ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നാലമ്പല ദർശനത്തെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇന്ന് നാലമ്പല ദർശനം അതിനെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ രാമായണ മാസത്തിലെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഈ വീഡിയോയിൽ നാലമ്പല ദർശനത്തിൽ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അമ്പലങ്ങൾ ഉള്ളതെന്നാണ് പറയുന്നത്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്താവുന്നതാണ്. നാലമ്പല ദർശനം എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാലമ്പലങ്ങൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ബാക്കി 3 ജില്ലകളിൽ കൂടി നാലമ്പലം സ്ഥിതി ചെയ്യുന്നു. ഏതൊക്കെ ജില്ലകളുണ്ടെന്ന് പറയാൻ പോകുന്നത്: തൃശ്ശൂർ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ: തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യം ഭരതക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ഇത്രയുമാണ് തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ. കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങൾ: ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം, ഭരതസ്വാമി ക്ഷേത്രം അമനക്കര, ലക്ഷ്മണസ്വാമി ക്ഷേത്രം കൂടപ്പുലം, ശത്രുഘ്നസ്വാമി ക്ഷേത്രം മേത്തിരി. എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ: മാമലശ്ശേരി ശ്രീരാമക്ഷേത്രം, മേമുറി ഭരതപ്പള്ളി ഭരതക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണ ക്ഷേത്രം, നെടുങ്ങോട് ശത്രുഘ്ന ക്ഷേത്രം. ഈ നാലമ്പലങ്ങളെല്ലാം പിറവം ആണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ: രാമപുരം ശ്രീരാമ ക്ഷേത്രം, വറ്റലൂർ ചൊവ്വണ്ണയിൽ ഭരതക്ഷേത്രം, പുഴക്കാട്ടിരി പനങ്ങാങ്കര ലക്ഷ്മണ ക്ഷേത്രം, നാറാണത്ത് തെക്കേടത്ത് മനയിൽ ശത്രുഘ്ന ക്ഷേത്രം. അവസാനത്തെ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, എളയാവൂർ ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, പെരിഞ്ഞേരി ശ്രീ വിഷ്ണു ലക്ഷ്മണ ക്ഷേത്രം, പായം ശ്രീ മഹാവിഷു ശത്രുഘ്ന ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ ഏതൊക്കെയെന്നും അവിടുത്തെ പ്രതിഷ്ഠകൾ എന്തൊക്കെയെന്നും അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട നാലമ്പലം തൃശ്ശൂരാണ്. അപ്പോൾ ആ തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിശകലനമാണ് ഇപ്പോൾ പറയുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പല യാത്ര ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. കൂടൽമാണിക്യം ഭരതക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലാണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭരതനാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം തിരുമൂഴിക്കുളം എറണാകുളം ജില്ലയിലാണ്. ലക്ഷ്മണസ്വാമിയാണ് ഇവിടെ ആരാധിക്കുന്നത്. അത് മാള പോകുന്ന വഴിയാണ് ഈ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം പായമ്മലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശത്രുഘ്ന പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് ഇത്. ഇവിടെ ദർശനം നടത്തിയാൽ യാത്ര പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. അവിടുത്തെ ചടങ്ങുകൾ, ഉത്സവം, ആഘോഷം അല്ലെങ്കിൽ അവിടുത്തെ വഴിപാടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടാണ് ഈ വീഡിയോയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ അതിൻ്റെ അടുത്ത വീഡിയോയിൽ കൂടൽമാണിക്യം, അങ്ങനെ ഓരോ ജില്ലകളിലുള്ള നാലമ്പലങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.